ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ബീഫ് വിന്തളു ആണ് ഉണ്ടാക്കുന്നത്. അതിനെടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കഴുകി ഞുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ബീഫ് മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള മസാല ഉണ്ടാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആദ്യം വഴറ്റിയെടുക്കുന്നത്. അതിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ഒഴിക്കുകയാണ്. 6 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് രണ്ടും കൂടി ഈ എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റോളം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി ഇനിയും അരയ്ക്കാനുള്ള ജാറിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കാനുള്ള ജാറിലേക്ക് തന്നെ മാറ്റി ഈ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സ്പൈസസും കൂടി റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. സ്പൈസസ് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കടുക്, 5 ഏലയ്ക്ക, 6 ഗ്രാമ്പൂ, 2 മീഡിയം സൈസിലുള്ള കറുവ. ഇത്രയും റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ മുളകും കൂടി ചേർക്കണം. ഞാൻ മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾ ഹോൾ മുളകാണ് ചേർക്കുന്നതെന്ന് വരികിൽ ഈ സമയത്ത് തന്നെ മുളകും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സ്പൈസസ് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങും. ആ സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി തന്നെ പലതരത്തിലുണ്ട്. ഇത് നല്ല ഒരുമാതിരി എരിവുള്ള മുളക് പൊടിയാണിത്. മുളക് ചേർത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ചൂടാക്കിയതേ ഉള്ളൂ. പാൻ സ്റ്റവിൽ നിന്നും മാറ്റുകയാണ്. ഇനിയും തണുത്തു കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം. മസാല വറുത്തെടുത്തത് അരയ്ക്കാനുള്ള ജാറിലേക്ക് മാറ്റി ഇനി അതിലേക്ക് 1/4 കപ്പ് വിനിഗറാണ് ചേർക്കുന്നത്. മസാല നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് വേണമെന്നുവരികിൽ വെള്ളം ചേർക്കാം. ഈ വെള്ളം ഞാൻ മസാല വറുത്ത പാത്രം കഴുകി എടുത്തതാണിത്. കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കുക. മസാല ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഞാൻ വിനിഗർ കൂടാതെ ഒരു 1/2 കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഇറച്ചിയിലേക്ക് പുരട്ടി വെക്കുകയാണ്. ഇറച്ചിയിൽ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇറച്ചിയിൽ ചേർക്കുന്നുണ്ട്. ഇനി അരച്ച മസാല ഇതിൽ ചേർക്കുകയാണ്. മസാല പുരട്ടി 3-4 മണിക്കൂറെങ്കിലും വെക്കണം. അത് റെഫ്രിജറേറ്ററിലായിരിക്കണം. പിന്നെ ഓവർനൈറ്റ് ഇരുന്നാലും വളരെ നല്ലതാണ്. ഇത് ഞാൻ ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിൽ വെക്കാൻ പോവുകയാണ്. ഇനിയും വിന്തളു ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞതാണിത്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള 8 മിനിറ്റോളം വഴറ്റി ഇനി ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ടൊമാറ്റോ ചേർക്കുന്നത് കൊണ്ട് കറിക്ക് സ്വല്പം കൂടെ കളറും കൊഴുപ്പും കിട്ടും. ടൊമാറ്റോ ചേർത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് വഴറ്റി ഇനിയും ഇതിലേക്ക് ബീഫ് ചേർക്കുകയാണ്. ഇറച്ചി മാരിനേറ്റ് ചെയ്ത പാത്രം കഴുകി ഇതിനകത്ത് ഏകദേശം ഒരു കപ്പോളം വെള്ളമുണ്ട്. ഞാൻ ചേർത്ത കാശ്മീരി ചില്ലി സ്വല്പം എരിവുള്ള കാശ്മീരി ചില്ലി ആയിരുന്നു. നല്ല കളറും ഉണ്ട്. ഇനിയും മൂടി വെച്ച് വേവിക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കറി ഒന്ന് ഇളക്കി നോക്കുകയാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി സ്ലോ ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒന്നും കൂടി തുറന്ന് ഇളക്കുകയാണ്.
ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. സ്വല്പം ഉപ്പ് കുറവുണ്ട്. ഇതിനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത് സ്റ്റൗവിൽ ഞാൻ വെച്ചിട്ട് 45 മിനിറ്റ് ഇത് എടുത്തുള്ളൂ. ഇതുപോലെയുള്ള കറികൾ കുക്കറിൽ വെച്ച് വേവിക്കാതെ സ്റ്റൗ ടോപ്പിൽ വെച്ച് വേവിക്കുകയാണെന്ന് വരിയിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കുകയാണ്. വിന്തളു വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറുകിയ ചാറോടുകൂടി ആയിരിക്കണം. ഇതിന് ആവശ്യത്തിന് എരിവും എല്ലാ സ്പൈസസും ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.